ഇടി മാനുവേ, എന്താ അമ്മ? ഇടി എത്ര നേരമായിട്ട് കളിക്കാൻ പോയിട്ട് ഇച്ചിരി സമയം തന്ന അവിടെ അങ്ങ് തവസിരുന്നോണം. എന്തോടി നീ തിന്നത്? കൊഴക്കട്ടയോ? ആരുണ്ടാക്കി തന്നു കൊഴക്കട്ട? മണിയമ്മ. നീ എന്തോന്ന് കാണാൻ അടക്കുവാ? ഇവിടെ കോലം കണ്ടില്ലേ? എന്തിനാടി കൊച്ചിനെ പിടിച്ച് വലിക്കുന്നേ? ഇവൾ അവിടെ പോയി കൊഴക്കട്ട തിന്നിട്ട് വന്നേക്കുവാ. എവിടെ പോയി? എവിടെ നിന്ന്? മണിയമ്മൂമ്മയുടെ വീട്ടിൽ നിന്ന് ഒരു കൊഴക്കട്ട തിന്നാൻ അമ്മ എന്നെ കിടന്ന് പിടിച്ച് വലിക്കുന്നേ. മോള് ഈ വീറും വൃത്തിയില്ലാത്ത മണിയർ അവിടെ പോയി എന്തോത്തിനാ മക്കളെ കുഴക്കട്ട തന്നത്? മോടെ വീട്ടിൽ കുഴക്കട്ടയൊന്നും ഉണ്ടാക്കാതിരിക്കുമെന്നോ? മോടെ വീട്ടിൽ കുഴക്കട്ട ഉണ്ടാക്കിയ മോക്കൊന്നും വേണ്ടല്ലേ? മോടെ വീട്ടിൽ ഒന്നും ഇല്ലയോ? മോടെ വീട്ടിൽ നിന്ന് മോക്ക് ഒന്നും വേണ്ട? മോളൊന്നും കാണാൻ നടക്കുവാന്നോ മോളെ? ഈറും ഇല്ല, വൃത്തിയില്ല. മോക്ക് ഇവിടെ എന്ത് വേണമെന്ന് പറഞ്ഞാലും ഇവിടെ ഉണ്ടാക്കി തരത്തില്ലേ? ഇനി മേല ഒരു സാധനം മക്കൾ അവിടെ പോയി തിന്നരുത് കേട്ടോ. അമ്മ ഇങ്ങനെയാന്നമ്മ കൊച്ചിന്റെ അടുത്ത് പറഞ്ഞു കൊടുക്കുന്നേ? ഇങ്ങനത്തെ വർത്താനാന്നോ കൊച്ചിന് പറഞ്ഞു കൊടുക്കുന്നത്? പിന്നെ ഞാൻ എന്തോ പറയേണ്ടത്? വീറും വൃത്തിയില്ലാത്തടത്ത് പോയി തിന്ന് കയറ്റിട്ട് വന്നതിന് ശേഷം ഞാൻ എന്തോ പറയണം? പിന്നെ അല്ലാതെ പറയണ്ടേ? ഇവിടെ ഒന്നും തിന്നായില്ലാതിരിക്കുവാന്നോ? ആഹാ, മണിയമ്മയുടെ അവിടെ പോയി തിന്നിട്ട് വന്നേനാന്ന് മോളെ ഇവർ രണ്ടുപേരും കൂടി ഇങ്ങനെ പറയുന്നേ. അതെന്തിനാമ്മേ? ഞാൻ അവിടുന്ന് എന്തോരം തിന്നിട്ടുണ്ട് അമ്മ, അതൊക്കെ അങ്ങ് മറന്നുപോയോ? പണ്ടത്തെ കാലമല്ല ആന്നോ ഇത്? അല്ലാതെ പണ്ടത്തെ കാലമല്ല ഇപ്പൊ ഒന്നോ അമ്മ. അത് ആൾക്കാർക്ക് പൈസയും സൗകര്യങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴേ ആൾക്കാര് ബന്ധങ്ങളും ഒക്കെ മറക്കാൻ വേണ്ടി പറഞ്ഞുണ്ടാക്കിയ ഒരു ഡയലോഗാ. അമ്മയും കൂടെ അത് പറയരുത്. പിന്നെ അമ്മ ഈ പറഞ്ഞ വൃത്തിയില്ലാത്ത മണിയമ്മയുടെ വീട്ടിൽ നിന്ന് ഞാനും എൻ്റെ അനിയത്തിയും തിന്നേന് കയ്യും കണക്കുമില്ല. അമ്മ ആ കാലമൊക്കെ അങ്ങ് മറന്നുപോയോ? ഇവക്കറിയത്തില്ലായിരിക്കും. ഇവൾ ഇന്നലെ വന്ന് കയറിയതാ, ഇവക്കറിയത്തില്ല. അവള് പറഞ്ഞതിനൊത്ത് അമ്മയും കൂടെ നിന്നേല എനിക്ക് അതിശയം. അമ്മ പറഞ്ഞല്ലേ വൃത്തിയില്ലാത്ത, വീറും വൃത്തിയില്ലാത്ത. അമ്മ ഈ വീറും വൃത്തിയില്ലാത്തവരുടെ അടുക്കളയെന്ന് തിന്നതിന് കയ്യും കണക്കുമില്ല. അമ്മയ്ക്ക് അറിയാമോ? എടി, നീ ഒരു കാര്യം ഓർക്കണം. ഇവിടെ സാധനങ്ങൾ തീരുമ്പോൾ ഇവരൊരു സ്റ്റീൽ ഗ്ലാസും തന്ന് വിടും. ഓനാ പോയി മണിയമ്മയുടെ അവിടുന്ന് ഇത് വാങ്ങിച്ചോണ്ട് പോവാ, മുളക് പൊടി വാങ്ങിച്ചോണ്ട് പോവാ, മല്ലിപ്പൊടി വാങ്ങിച്ചോണ്ട് പോവാ, തൈര് വാങ്ങിച്ചോണ്ട് പോവാ, പഞ്ചസാര വാങ്ങിച്ചോണ്ട് പോവാ, അങ്ങനെ പല കാര്യങ്ങൾക്കും അവിടെ പോയി വാങ്ങിച്ചിട്ടുണ്ടടി. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ട്. ഇവര് പണ്ട് അണ്ടിയാപ്പീസ്, എന്താ അണ്ടിയാപ്പീസ് എന്ന് പറഞ്ഞപ്പോൾ നാണമായി പോയോ? അങ്ങനെ തന്നെ പറയും. ഇവരെ പണ്ട് അണ്ടിയാപ്പീസിൽ പോകുന്ന സമയത്തുണ്ടല്ലോ, 6:30 ആകുമ്പോൾ എന്നെ അനിയത്തെയും കൂടെ സ്കൂളിൽ പോകുന്ന പരുവത്തിന് ഒരുക്കി അങ്ങോട്ടങ്ങ് ആക്കും. അവിടുന്നായിരുന്നു ചോറുപതിയും തന്ന് കെട്ടി ഞങ്ങളെ വിടുന്നത്. അന്നൊന്നും തോന്നാത്ത വൃത്തികേടൊന്നും അമ്മയ്ക്ക് ഇപ്പൊ തോന്നേണ്ട കാര്യമില്ല. അന്ന് അവരുടെ വീട്ടിൽ നിന്ന് തിന്നിട്ടേ എനിക്കും എൻ്റെ അനിയത്തിക്കും ഒന്നും പറ്റിയിട്ടില്ലെങ്കിൽ ഇന്ന് എൻ്റെ മോള് തിന്നുമ്പോഴും ഒന്നും പറ്റത്തില്ല. അവരവരുടെ മക്കളെ, അവരുടെ കൊച്ചുമക്കളെയും കാണുന്ന കണക്കായിരിക്കും എൻ്റെ കുഞ്ഞിനെയും കണ്ടിട്ടുള്ളത്. വെറുതെ എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സിലേക്ക് ഇപ്പോഴേ നിങ്ങൾ വിഷം അടിച്ച് കയറ്റി വെക്കരുത്. മോള് പോയി തിന്നോടി. മോള് പോയി തിന്നിട്ട് വരുമ്പോൾ ആരാ ഇവിടെ പറയുന്നതെന്ന് ഞാൻ ഒന്ന് നോക്കട്ടെ. നീ ധൈര്യമായിട്ട് പോയി തിന്നു. നീ തിന്നിട്ട് വരുമ്പോൾ എനിക്കൂടെ എന്തെങ്കിലും വാങ്ങിച്ചോണ്ടോ, ഞാനും തിന്നട്ടെ. ആഹാ, കൊള്ളാലോ. അപ്പ പറഞ്ഞത് കേട്ടല്ലേ രണ്ടുപേരും? ഞാൻ ഇനിയും തിന്നും.